പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പാർട്ടി അതിലെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയല്ലേ അത് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഞാനല്ലേ പറയാം. അപ്പോൾ ഇല്ലാതെ വ്യക്തമല്ലേ, അപ്പോൾ ഇല്ലാതെ വ്യക്തമല്ലേ എന്നും ഒരു പ്രയോഗത്തിൻ്റെ കാര്യം ഒന്നും പിടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. നാക്ക് വേഴാന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം കേരള കോൺഗ്രസ് MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറയും. അതിന് വേർതിരിക്കൊന്നും വേണ്ട. അതൊക്കെ വിശേഷിപ്പിച്ച് വരികയല്ലേ കേരളത്തിൽ ഒരാൾ. ഇന്ന് ഗവർണർ എന്നാണ് വിശേഷിപ്പിച്ചത് കണ്ണൂരിനെ പറ്റി. അതെന്താ ചോദിക്കാതെ? എന്താ കണ്ണൂരിനെ പറ്റി ഇന്ന് ഗവർണർ ചോദിച്ചത്? അത് നിങ്ങൾക്ക് ചോദ്യം ഒരു പദം ഉപയോഗിച്ചതിനെ പറ്റിയില്ല വലിയ ചർച്ച. കണ്ണൂർ ആളെ കൊണ്ടുപോയിരിക്കുകയാണെന്നല്ലേ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾക്ക് ചുട്ടുകൊല്ലുന്നല്ലേ എൻ്റെ മറ്റേ കത്തിച്ചത്? അതല്ലേ കത്തിച്ചിട്ടുള്ളൂ. അവിടെ കണ്ണൂർ കൊല്ലിയല്ലേ, കൊല്ലിയല്ലേ ചെയ്യുന്നത്. കൊന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാ? ചീമേനിയാണ്. അതന്നെ. ആ കൊന്നത് നമ്മളാരും അല്ലതാനും, ഞങ്ങളെയാണ് കൊന്നത്. 5 സഖാക്കളെ ഒരേ സ്ഥലത്ത് കൊന്നത്, തീയിട്ട് കൊന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്നിട്ട് അതെല്ലാം പൊളിച്ചു പറഞ്ഞിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് SFIയുടെ ചുമലിൽ വെച്ചിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ അതൊരു വാർത്തയാവുന്നില്ല. അത് നിങ്ങൾക്കൊരു വാർത്തയല്ല. അല്ല, പോലീസ് ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ. അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് കേസുണ്ടാവും. ഇതെന്താ സോഷ്യലിസ്റ്റ് ഭരണമാണ് മറ്റാ? ഇത് മുതലാളിത്ത ഭരണമല്ലേ? ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ? നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ താല്പര്യ സംരക്ഷണവുമായിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയല്ലേ ഇന്ത്യയിലുള്ളത്. കേരളത്തിലെ പോലീസ് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പോലീസാ? അതായത് നേരത്തെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പ്രത്യേക ഒരു പുസ്തകം ഞാൻ രചിക്കുന്നുണ്ട്, ഭരണകൂടവും ഭരണവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പോൾ ഇത്ര വ്യക്തമായാൽ മതി. ഭരണകൂടവും ഭരണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പോലീസ് എടുക്കുന്ന മുഴുവൻ നിലപാടിൻ്റെയും ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു തിരിധാരണങ്ങൾക്ക് വേണ്ട. അതിന് നയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന് ചെയ്യണമെന്നെല്ലാം വന്നു. അതിൽ കയറി അങ്ങനെ പിടിക്കണ്ട. ഏതാ പത്രം? ഏഷ്യാനാ. പിന്നെ നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ ഏഷ്യാനിൻ്റെ അജണ്ടയിൽ എന്നെ കൊണ്ടുവരണ്ടെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ അത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള അജണ്ടയാണ്. അത് മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള അജണ്ടയുമാണ്. ആ അജണ്ടയിലേക്ക് എന്നെയും കൂടി ചേർക്കേണ്ടതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഏഷ്യാനെറ്റ് തന്നെയാണ് പ്രധാനം. വന്നോട്ടെ എന്ന് വിമർശിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. വിമർശനമൊന്നുമല്ല ഏഷ്യാനെറ്റിന്, സംഹാരപരമായ നിലപാടാണ്. എന്ത് വിമർശനം? അത് രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. ഒന്ന് സംഹാരം, മറ്റൊന്ന് വിമർശനം. വിമർശനത്തെ ശരിയായ രീതിയിൽ കാണുക, ഉൾക്കൊള്ളുക, ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. സംഹാരപരമായ നിലപാട് സ്വീകരിക്കുക, അത് തിരുത്താൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ ശ്രമം. നിങ്ങൾക്കതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം. ഇതേവരെയുള്ള നിങ്ങളെ എല്ലാ ചിത്രവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാം മൂലധന നിക്ഷേപത്തിൻ്റെ വക്താക്കളെ പറ്റി നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അത്രയും നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. രാജീവ് ഞാൻ പറഞ്ഞില്ല. കേരളമായിട്ട് പറയുന്നില്ല. എന്തിനാ? പ്രതിപക്ഷ നേതാവ് നാളെ പറയുന്നത് ഇന്നലെ തന്നെ ഏഷ്യാനെറ്റ് പറയുന്നതല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നാളെ ഏഷ്യാനെറ്റിൽ വരലല്ല. ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്നത് ഇന്നും കഴിഞ്ഞ് നാളെ പ്രതിപക്ഷ നേതാവ് പറയലാണ്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമയെല്ലാം തന്നെയാണ്.